അവാർഡ് കിട്ടിയതിന് അഭിനന്ദനങ്ങൾ. മിടുക്കി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെയാണ് പഠിപ്പിച്ചു നിർത്തിയതെന്ന് പറയാമോ? മരങ്ങളെക്കുറിച്ച്. മിടുക്കൻ. മരങ്ങൾ എന്തൊക്കെ ഉപകാരങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത്? വായുവും തണലും തരുന്നു. വെരി ഗുഡ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി മരം വെച്ച് പിടിപ്പിച്ച എത്ര പേരുണ്ട്? ഒരു കയ്യടി കൊടുക്കുക. അപ്പോൾ മരങ്ങൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളാണ് ചെയ്തു തരുന്നത്. ഇന്ന് നമുക്ക് ജലത്തെക്കുറിച്ച് പഠിക്കാം. പ്രകൃതിയുടെ വരദാനമാണ് ജലം. അത് ഉപയോഗിക്കാൻ നമുക്ക് അത് സംരക്ഷിച്ച് വരും തിരുവനന്തപുരം ആലപ്പുഴ സമയം 5 മണി. ചായകുടി. ഒരു കൈ നോക്കാറുണ്ട്. എനിക്കൊന്നു ദിനപത്രങ്ങളിലൊക്കെ ഒരു റോൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഈ അച്ഛന്റെ ജ്യേഷ്ഠന്മാരൊക്കെ എഴുത്തുകാരായിരുന്നു. എനിക്കൊരപ്പനോ പിള്ളാക്കുമാരുണ്ട്. അപ്പൊ അവരോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ കാരണം പല പത്രത്തിന്റെയും പത്രാധിപന്മാരെന്നെ നിർബന്ധിക്കാറുണ്ട്. ഈ ആട് കടന്നിടത്തൊരു കൂടെയെങ്കിലും കാണുമല്ലോ എല്ലാ അടുത്ത മാസം കാരണം ചിലപ്പം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ എഴുതാറുണ്ട്. അങ്ങനെ ഞാൻ മനോരമയിലെ കുറച്ച് ഒരു കോളം എഴുതി. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്റെ കൂടെ എഴുതിയവരെല്ലാം പ്രശസ്തരായ കലാകാരന്മാരും സാഹിത്യകാരന്മാരും. സക്കറിയ, പരേതനായ സിനിമാ നടൻ മുരളി. ഇല്ല, അറിയില്ല സാർ. ഞാൻ റോബിൻസൺ. എല്ലാ കൊല്ലവും എനിക്ക് കേരള കവിതയോട്. ഇല്ല, മനസ്സിലായില്ല. അന്ന് സ്കൂളിൽ നിന്ന് മാഷ് പറഞ്ഞു വിട്ട റോബിൻസൺ. എന്തു പറ്റി? ഇനി എന്തു പറ്റാൻ? മോഷണം, പിടിച്ചുപറി, കൂലിത്തല്ല്. സാറിനെ പോലെ അറിയപ്പെടുന്ന ഒരു അധ്യാപകന് യവനെ പോലൊരു ശിക്ഷനെ എങ്ങനെ കിട്ടി? കഷ്ടം. എന്നതാ പൈസ? വാ പോ, ക്ലാസ് വിട്. ശിഷ്യൻ വാ. ഒരു വിദ്യാർത്ഥി എല്ലാ ചൊവ്വാഴ്ചയും, അദ്ദേഹം വളരെ ഉയർന്ന സ്പോർട്സ് റൈറ്ററായി, പക്ഷെ എല്ലാ ചൊവ്വാഴ്ചയും തന്റെ ജീവിതത്തിന്റെ ദിശ മാറ്റി തന്ന മാതൃകാ അധ്യാപകനെ കാണാനായിട്ട് ബോസ്റ്റണിൽ പോകും. അപ്പൊ അതാണ് ഈ ട്യൂസ്ഡേസ് ഗുഡ് മോർണിംഗ് ടോണി ബ്രാൻഡി. ഞാൻ ആ പുസ്തകം എടുത്ത് എഴുതി ഇവിടുത്തെ ഇന്നും അധികം അംഗീകാരം. എന്ത് പണിയാണ് നീ കാണിച്ചത്? നിന്നെ കൊണ്ട് ഞങ്ങൾ മടുത്തു. വെറുതെ സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കുന്ന നിന്നെ പോലൊരുത്തനെ ഇവിടെ വേണ്ട. കടക്ക് പുറത്ത്. സ്കൂൾ അധ്യാപകർക്ക് സമർപ്പിച്ചുകൊണ്ട് എന്റെ പരമ്പര അവസാനിപ്പിച്ചു. അതിനെനിക്ക് ഒരുപാട് ആത്മനിർവൃതി കിട്ടിയ ഒത്തിരി ഒത്തിരി മതിയുടെ വാടേ. ഞാനവനെ അന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇന്ന് അവനിങ്ങനെ കാണേണ്ടി വന്നത്. വേണു സാറേ. ആ സാർ, ആ റോബിൻസനെ പറഞ്ഞയക്കണ്ടായിരുന്നു. ടീച്ചറെ, അവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പല കുട്ടികൾക്കും നമ്മൾ ഉത്തരം പറയേണ്ടി വരും.
അവൻ ഇനി നന്നാകാനൊന്നും പോകുന്നില്ല. അവൻ പോണെങ്കിൽ പോട്ടെ. എന്നാലും ടീച്ചർക്ക് ഈ പഴഞ്ചൊല്ല് അറിയില്ലേ? ചൊല്ലിക്കൊടു, തല്ലിക്കൊടു, തള്ളിക്കള. ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ. എന്നാലും സാർ നമുക്ക് ആ റോബിൻസനെ നന്നാക്കി എടുക്കാമായിരുന്നു. എന്നാ ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ. എന്നാലും സാർ നമുക്ക് ആ റോബിൻസനെ നന്നാക്കി എടുക്കാമായിരുന്നു. ആരാ? താനോ? അയ്യോ, സാറിൻ്റെ വീടായിരുന്നു. ഞാൻ അറിയാതെ കയറിയത്. ക്ഷമിക്കണം സാർ. പോലീസ് എൻ്റെ പിന്നാലെയുണ്ട്. ഞാൻ അല്പസമയം കഴിഞ്ഞ് പൊയ്ക്കോളാം. അന്ന് എന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടതുപോലെ ഇന്ന് എന്നെ ഇറക്കി വിടരുത്. എനിക്കെൻ്റെ അമ്മയെ അവസാനമായി ഒന്ന് കാണണം. അല്ല റോബിൻസ, അത് ശരിയാവില്ല. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ഇനി എന്നോടവൻ പ്രതികാരം ചെയ്യാൻ വന്നാണോ? സാറത് പേടിച്ചു പോയി. സാർ ഫോൺ റിങ് ചെയ്യുന്നു. ഹലോ ഹലോ ഹലോ, കേട്ടുടാ? ഹലോ ഹലോ. സാർ ഫോൺ കട്ടായി പോയോ? ഫോൺ കട്ടായി. സാറിൻ്റെ ഭാര്യ എവിടെ പോയി? സരസു മോളുടെ അടുത്ത് പോയിരിക്കുക. 2 ആഴ്ച കഴിഞ്ഞേ വരൂ. നിനക്ക് ഇതൊക്കെ നിർത്തിക്കൂടെ? ഇനിയും സമയമുണ്ട്.
നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ എത്തിയിരുന്നത്. ഇതൊന്നും ചെയ്തത് നിങ്ങൾ പ്രായത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ അന്ന് എന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിടാതെ നേരെ വഴിക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ തീരില്ലായിരുന്നു. നിങ്ങൾ കാരണമാണ് ഞാനിങ്ങനെ തീർന്നത്. അവൻ നന്നാകാനൊന്നും പോകുന്നില്ല. കോടതിയും ജയിലും ഇനി എന്നെ പോലെ ആരും ഉണ്ടാകരുത്. ഇത്രയെങ്കിലും ചെയ്താൽ എനിക്ക് മനസ്സമാനം ഉണ്ടാവും. നിങ്ങളിത് ജീവിച്ചിരിക്കണ്ട. ഞാൻ അറിയാതെ കയറി. മാഷെ, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. മാഷ് നല്ല ഉറക്കമായിരുന്നു, അതാ ഞാൻ വിളിക്കാത്തത്. പിന്നെ അവാർഡ് കിട്ടിയതിന് എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാൻ പോകുന്നു. എൻ്റെ അമ്മയെ കാണാൻ കഴിയുമോ എന്തോ. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് എനിക്ക് നൽകിയ ഈ വർഷത്തെ മികച്ച അധ്യാപകർക്കുള്ള ദേശീയ അവാർഡ് വാങ്ങാൻ ഞാൻ യോഗ്യനല്ലെന്ന് സവിനയം അറിയിക്കട്ടെ. എൻ്റെ ഒരു തെറ്റായ തീരുമാനം കാരണം ജീവിതത്തിൻ്റെ ഗതിമാറിപ്പോയ ഒരു ശിഷ്യനെ ഞാനിന്ന് കണ്ടു. മിടുക്കുള്ളവരും നല്ലവരുമായ കുട്ടികളെ മാത്രം പഠിപ്പിച്ച് സ്കൂളിനും അതുവഴി തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയ ഞാൻ ഒരു നല്ല അധ്യാപകൻ എന്ന പേരിന് അർഹനല്ലെന്ന് എന്നെ മനസ്സിലാക്കി തന്ന എൻ്റെ ആ പഴയ വിദ്യാർത്ഥിയുടെ മുന്നിൽ ഞാനൊരു മൺതരിയേക്കാൾ ചെറുതായതുപോലെ. ചെറുപ്രായത്തിൽ കുട്ടികൾ ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ അവരെ സ്കൂളിൽ നിന്നും പുറത്താക്കാതെ ക്ഷമയും സ്നേഹവും കൊണ്ട് അവരുടെ തെറ്റുകൾ തിരുത്തി അവരെ നാളെയുടെ കരുത്തും വെളിച്ചവുമായി മാറ്റാൻ കഴിയുന്ന അധ്യാപകനെ നല്ല അധ്യാപകൻ എന്ന പേരിന് അർഹനാവും. നിറഞ്ഞ ആദരവോടെ വേണു മാഷ്.